കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന സെഷനാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. BA ഹിസ്റ്ററി സെക്കൻഡ് ഇയറിലെ കോർ പേപ്പർ ആയിട്ടുള്ള BHIC 110 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം 1757 to 1857 എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. സോ ഈ ഒരു സമയം നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവായിട്ടും വളരെ സ്മാർട്ടായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള കാലയളവിൽ ഇഗ്നോ നടത്തിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിൽ ചോദിച്ചിട്ടുള്ള ഏകദേശം 7ഓളം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഡിസംബറിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മീഡിയം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്, ലോവർ എക്സ്പെക്ടേഷൻ ഉള്ള ക്വസ്റ്റ്യന്, ഇതൊക്കെ ഏതാണ് എന്ന് വിശദമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു സെഷനിലൂടെ. ഓക്കെ, ഡോക്യുമെന്റ് റോഡ് മാപ്പ്, അതായത് ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് എന്നാണ്. ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. ഓരോ ബ്ലോക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന യൂണിറ്റുകളിലെ ഓരോ യൂണിറ്റിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ, ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണ്, മീഡിയം റെലവൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ലോ റെലവൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ്, ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് അല്ലെങ്കിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഓരോ ബ്ലോക്കിൽ നിന്നുള്ള മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഹൈ വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് ഏതൊക്കെയാണ്, മീഡിയം വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് ഏതാണ്, ലോവർ വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് ഏതാണ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. സോ ഇത്രയും വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അതിനുശേഷം ഈ ഒരു പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രഡിക്റ്റീവ് പേപ്പർ, മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം, അതിൽ എത്രത്തോളം നമ്മൾ ആൻസേഴ്സ് എഴുതണം, എത്ര മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസിനും കിട്ടുന്നത്, സോ ആ ഒരു മാർക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രത്തോളം എഴുതണം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ആൻസർ കീ എന്നുള്ള ഒരു ഫയലിൽ PDF ആയിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. സോ നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു BHIC 110 എന്നുള്ള ഈ ഒരു പേപ്പറിലെ മൾട്ടിപ്പിൾ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, ലോവർ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു സിലബസ് മാപ്പിങ്ങിലേക്ക് കിടക്കാം. ഒരു സിലബസ് മാപ്പിങ്ങിൽ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റിൽ നിന്നുമാണ് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അതിൽ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഒരു ടോപ്പിക്ക് റെലവൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു ടോപ്പിക്ക് എത്ര തവണ എക്സാമിന് ചോദിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം 10 തവണ ഒരു ടോപ്പിക് എക്സാമിന് ചോദിച്ചു എങ്കിൽ അത് ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഒരു 5 to 9 ടൈംസ് ആണ് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നത് എങ്കിൽ
ഒരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി 5ൽ കുറവ് തവണ മാത്രമാണ് എക്സാമിന് ചോദ്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്നും വന്നത് എങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, നമുക്ക് ബ്ലോക്ക് 1ലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 1ൽ ആകെ 4 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റിൽ റീജിയണൽ പൊളൈറ്റീസ്, സക്സസർ സ്റ്റേറ്റ്സ്, ഡീക്ലൈൻ ഓഫ് മുഗൾസ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഒരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആകെ 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ മെർസന്റൈൽ പോളിസി, കമ്പനി ട്രേഡ്, മോണോപ്പൊളി എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1ലെ തന്നെ 3rd യൂണിറ്റിലെ കർണാട്ടിക് വാസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബ്ലോക്ക് 1ലെ 4th യൂണിറ്റിൽ നിന്നുള്ള ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ, ലാസി, ബക്സാർ, മിർകാസിം എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ് ഇത്. ദെൻ ബ്ലോക്ക് 1ലെ തന്നെ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള അവധ്, സബ്സിഡറി അലയൻസ് ടു അനക്സേഷൻ എന്നുള്ളത് ലോവർ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ബ്ലോക്ക് 1ലെ തന്നെ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള സബ്സിഡറി അലയൻസ്, പോളിസി ആൻഡ് ബെനിഫിറ്റ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 4ൽ നിന്നുള്ള പഞ്ചാബ് ഓർ റൈസ് ഓഫ് സിഖ് സ്റ്റേറ്റ്, കോണ്ടെക്സ്റ്റ് ഓഫ് കോൺക്വസ്റ്റ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 2ൽ ആകെ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ ബ്ലോക്ക് 2ലെ 5ാമത്തെ യൂണിറ്റിലെ ഒരു ടോപ്പിക് ആണ് യൂട്ടിലിറ്റേറിയൻസ്, ലോ, ലാൻഡ് ആൻഡ് റവന്യൂ എന്നുള്ളത്. ലോ ആൻഡ് ലാൻഡ് റവന്യൂ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2ലെ 5ാമത്തെ യൂണിറ്റിലെ തന്നെ മറ്റൊരു ടോപ്പിക് ആയിട്ടുള്ള ഓറിയന്റലിസ്റ്റ് ഓർ വില്യം ജോൺസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5ൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് ആയിട്ടുള്ള ഇവാഞ്ചലിക്കൽസ് ഓർ ന്യൂ ട്രെൻഡ്സ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2ലെ 6ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 5 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2ലെ 7th യൂണിറ്റിൽ നിന്നുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഡെവലപ്മെന്റ്, ഡിബേറ്റ് ആൻഡ് പോളിസി എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 7 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ് റൈറ്റ് വാരി സിസ്റ്റം എന്നുള്ളത്. ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ബ്ലോക്ക് 3ലെ 8ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ ബംഗാൾ എന്നുള്ളത്. ലോ റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ബ്ലോക്ക് 3ലെ 8ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് ആണ് മഹൽവാരി സെറ്റിൽമെന്റ് എന്നുള്ളത്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 3ലെ 8ാമത്തെ യൂണിറ്റിൽ നിന്ന് തന്നെയുള്ള ബ്രിട്ടീഷ് ലാൻഡ് സെറ്റിൽമെന്റ്സ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 3ലെ 9th യൂണിറ്റിൽ നിന്നുള്ള കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, നേച്ചർ, ഇമ്പാക്ട് ആൻഡ് ഇഫക്ട്സ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 5 തവണയാണ് അതിന്റെ അപ്പിയറൻസ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3ലെ 9th യൂണിറ്റിലെ തന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഓർ ഇൻഡിഗോ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 3ലെ 10ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഡി ഇൻഡസ്ട്രിയലൈസേഷന് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4ലെ 11th യൂണിറ്റ് ഇക്കണോമിക് ഇമ്പാക്ട് ആൻഡ് റെയിൽവേ ആൻഡ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 4ലെ 11th യൂണിറ്റിൽ വരുന്ന മറ്റൊരു ടോപ്പിക് ആയിട്ടുള്ള സബോർഡിനേഷൻ ഓഫ് നേറ്റീവ് ക്യാപിറ്റൽ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ഇനി ബ്ലോക്ക് 4ലെ തന്നെ 12ാമത്തെ യൂണിറ്റ് ആയ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റീജിയൻസ്, ന്യൂ കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു ടോപ്പിക്
മീഡിയം റെലവെന്റ് ആണ്, 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 4-ലെ 13ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നേച്ചർ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4-ലെ തന്നെ 13ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് സന്യാസി റിബല്യൻ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 3 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. 13ാമത്തെ യൂണിറ്റിലെ തന്നെ മറ്റൊരു ടോപ്പിക് ആയിട്ടുള്ള സാന്താൾ റിബല്യൻ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 1 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 5-ലെ 14ാമത്തെ യൂണിറ്റിലെ റിവോൾട്ട് ഓഫ് 1857 കോസസ് സപ്രഷൻ ആഫ്റ്റർമത്ത് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 5-ലെ തന്നെ 15th യൂണിറ്റിൽ വരുന്ന ഇൻഡെഞ്ചേർഡ് ലേബർ റിക്രൂട്ട്മെന്റ് ആൻഡ് ലൈഫ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സിലബസ് മാപ്പിംഗിന്റെ ഒരു ചാർട്ടാണ്, ഒരു ബാർ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ് ആക്സിസിൽ ബ്ലോക്സും വൈ ആക്സിസിലായിട്ട് ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് ഏറ്റവും ഹൈ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1-ൽ നിന്നാണ്. ഒരു 25 ബിലോ ആയിട്ട് ഒരു 20 to 25 ഉള്ളിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1-ൽ നിന്നും വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3-ൽ നിന്നുമാണ്. ബ്ലോക്ക് 3 കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2-ൽ നിന്നും. അതിനുശേഷം പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 4-ൽ നിന്നുമാണ്. ഏറ്റവും ലോവർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് 5-ൽ നിന്നുമാണ്. സോ ഈ ഒരു സിലബസ് മാപ്പിംഗിന്റെ ഒരു സമ്മറി പോലെ കാണിക്കുന്ന ഒരു ഹീറ്റ് മാപ്പ് ആണിത്. നെക്സ്റ്റ് കീ ഇൻസൈഡ് ബോക്സ് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ഓവറോൾ. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന, അതായത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് 3 ടോപ്പിക്സ് ആണ്. അതിൽ ആദ്യത്തെ ഒന്നാണ് യൂണിറ്റ് 7-ൽ നിന്നുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. 7 തവണയാണ് ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇത് മേ ബി ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നാവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോളിസി, ഇതൊക്കെ ആയിരിക്കാം ചോദിക്കാം. ദെൻ മറ്റൊരു രണ്ടാമതായിട്ട് വരുന്ന ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഹൈ yield ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. 10ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക് ആണ്. ഡി ഇൻഡസ്ട്രിയലൈസേഷന്റെ കോസസ് എന്താവാം, അതിന്റെ ഇമ്പാക്ട് എന്താണ്, ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും 7 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ മൂന്നാമതായിട്ട് വരുന്ന ടോപ്പിക് ആണ് റിവോൾട്ട് ഓഫ് 1857 യൂണിറ്റ് 14-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. 1857 റിവോൾട്ടിന്റെ കോസസ് എന്താണ്, അതിന്റെ ആഫ്റ്റർമത്ത് എന്താണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ നോക്കാനുള്ളത്. ദെൻ ഈ ഒരു 3 ഹൈ yield ടോപ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട 3 യൂണിറ്റ്സിൽ വരുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന 3 യൂണിറ്റ്സിലാണ് യൂണിറ്റ് 2-ൽ നിന്നുള്ള മെർസന്റൈൽ ഓർ കമ്പനി ട്രേഡ് എന്നുള്ളത്. ദെൻ യൂണിറ്റ് 4-ലെ ബ്രിട്ടീഷ് കൺക്വസ്റ്റ് ഓഫ് ബംഗാൾ. ദെൻ യൂണിറ്റ് 1-ൽ നിന്നുള്ള റീജിയണൽ പൊളൈറ്റീസ് ഓഫ് ഡീക്ലൈൻ ഓഫ് മുഗൾസ് എന്നുള്ളത്. സോ ഈ 3 ക്വസ്റ്റ്യൻസും എക്സാമിന് 6 തവണയാണ് ഓരോ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇനി ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊരു ഫോർമാറ്റ് ആണ് ക്വസ്റ്റ്യൻസിനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു 2022, 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് അതിൽ MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ന്യൂമറിക്കൽ കേസ് സ്റ്റഡി ഡോക്യുമെന്റ് അനാലിസിസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് പ്രധാനമായിട്ടും ലോങ് എസ്സേ ക്വസ്റ്റ്യനും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ലോങ് എസ്സേ ആണ്. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ അതിന് 20 മാർക്കാണ് ഉണ്ടാവുക. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കൽ എങ്ങനെയാണ്, ഒന്നുകിൽ ഡിസ്കസ് അല്ലെങ്കിൽ അനലൈസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക. അപ്പം 20 മാർക്കിന്റെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ ഏകദേശം ഒരു 400 വേർഡ്സ് എങ്കിലും എഴുതണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ടോട്ടൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. ഈ 5 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിനും 20 മാർക്ക് വീതമാണ്. സോ അങ്ങനെ 5 into 20 100 മാർക്കാണ് നമുക്ക് ടോട്ടൽ സ്കോർ വരുന്നത്. ലോങ് എസ്സേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഒരു പാറ്റേൺ ഷോർട്ട് നോട്ട് ആണ്. 20 മാർക്കാണ് 2 ഷോർട്ട് നോട്ടിന് കൂടി ഉണ്ടാവുക. ഒരു ഷോർട്ട് നോട്ടിന് 10.
അങ്ങനെ 2 ഷോർട്ട് നോട്ട് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. അങ്ങനെ 20 മാർക്സ്. അപ്പം നമുക്ക് ആകെ 4 ടോപ്പിക്സ് തരും. അതിൽ നിന്നും ഏതെങ്കിലും 2 ടോപ്പിക്സ് നമ്മൾ എടുത്ത് എഴുതുക എന്നുള്ള രീതിയിലാണ് ഷോർട്ട് നോട്ടിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ഷോർട്ട് നോട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ഏകദേശം 200 വേർഡ്സ് നമ്മൾ അതിൽ എഴുതണമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരു 75% അല്ലെങ്കിൽ 75% വെയിറ്റേജ് വരുന്നത് എസ്സേക്കാണ്. 25% വെയിറ്റ് ആണ് ഈ ഒരു വെയിറ്റേജ് ആണ് ഷോർട്ട് നോട്ടിന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ, ടോപ്പ് ഒബ്സർവ്ഡ് ഫോർമാറ്റ്സ്. നമ്മൾ ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഏത് രീതിയിൽ എഴുതണം, എന്തൊക്കെ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം എക്സാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആള് നമ്മൾ അതിൽ എന്തൊക്കെ എഴുതി എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ 20 മാർക്കിന്റെ ഒരു ലോങ് എസ്സേ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ആദ്യം തന്നെ പറയാം, നമ്മളുടെ ഒരു എക്സാമിനർ ഒരു പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആള് ആദ്യം തന്നെ നോക്കുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ്. സോ അവരെന്താണ് അസസ് ചെയ്യുന്നത്? അസസ് കോൺസെപ്റ്റുവൽ മാസ്റ്ററി. അപ്പൊ ഒരു കോൺസെപ്റ്റ് എന്ത് കാര്യമാണോ ചോദിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് അതിൽ എഴുതിയിരിക്കണം. രണ്ടാമതായിട്ട് പീരിയോഡൈസേഷൻ. നമ്മളവിടെ ഹിസ്റ്റോറിയോഗ്രഫിക്ക് കൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ഒരു ഇവന്റ് ഏതൊരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്, ആ ഒരു കാലഘട്ടത്തിന്റെ പ്രസക്തി എന്താണ്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്, അപ്പം ഈ ഒരു സംഭവത്തിലെ മറ്റു ചരിത്രകാരന്മാരുടെ വ്യൂ എന്താണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വാദം ഉന്നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി ഇന്ത്യൻ വില്ലേജസിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു നിയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇവന്റോ കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇപ്പൊ ഇവിടുത്തെ കേസിൽ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി ഇന്ത്യൻ വില്ലേജസിനെ ചേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റോട് കൂടിയിട്ട് പെസൻസിന്റെ അവരുടെ അവകാശങ്ങൾ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതോട് കൂടിയിട്ട് എന്താണ് ഈ ഒരു വില്ലേജസ് ഇന്ത്യൻ വില്ലേജസിൽ ചേഞ്ചസ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ പറയുന്ന ഓരോ പോയിന്റ്സിനും നമ്മൾ എന്താകണം? സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവന്റ്സോ അല്ലെങ്കിൽ ലോസോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ദെൻ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു ഒറ്റൊരു വ്യൂവിൽ അല്ലെങ്കിൽ ഒറ്റൊരു ആംഗിളിൽ മാത്രം ആ ഒരു കാര്യത്തെ നോക്കാതെ അത് നമ്മളുടെ എക്കോണമി എങ്ങനെ സ്വാധീനിച്ചു, അതിന് നമ്മളുടെ സൊസൈറ്റിയിൽ അതെങ്ങനെ ബാധിച്ചു, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നോ, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഒരു ലോങ് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ അതിന്റെ സ്ട്രക്ചർ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതണം. ദെൻ നമ്മൾ മെയിൻ ബോഡിയിലാണ് നമ്മളുടെ കോൺസെപ്റ്റും ഈ നമ്മളുടെ വാല്യൂ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്നത് ഈ ഒരു മെയിൻ ബോഡിയിലാണ്. ദെൻ അതിനുശേഷം കൺക്ലൂഷൻ. ഈ രീതിയിലാണ് നമ്മൾ ലോങ് എസ്സേ എഴുതേണ്ടത്. ഇനി നമ്മളുടെ ഷോർട്ട് നോട്ട് ഞാൻ പറഞ്ഞു നമുക്ക് 10 മാർക്കാണ് ഒരു ഷോർട്ട് നോട്ടിന് ഉണ്ടാവുക. അങ്ങനെ 2 ഷോർട്ട് നോട്ട് വരുമ്പോഴാണ് 20 മാർക്ക്. അപ്പൊ ഷോർട്ട് നോട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ലോങ് എസ്സേ എഴുതുന്ന മാതിരി അത്ര തന്നെ നമ്മൾ എലാബറേറ്റ് ആക്കി എഴുതണ്ട. എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് അത് നടക്കുന്നത്, അതിന്റെ ഡേറ്റോ അല്ലെങ്കിൽ ഏതൊരു പീരിയഡിലാണ് നടക്കുന്നത്, ഏതൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതൊരു റീജിയനിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്, ദെൻ അതിനുശേഷം അതിന്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം 10 മാർക്കാണ് ഒരു ഷോർട്ട് നോട്ടിന് വേണ്ടത്. അതിൽ നമ്മൾ ഒരു 200 വേർഡ്സിനാണ് നമ്മൾ ആ ഒരു ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ജൂൺ 2023 മുതൽ ജൂൺ 2025 വരെയുള്ള ഒരു 5 വർഷങ്ങളായിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻ, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നുമാണ്, അതിൽ ഹൈ വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് ഏതാണ്, ലോ വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് ഏതാണ്, മീഡിയം വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ ബ്ലോക്ക് 1ൽ നിന്നും ഏകദേശം 100ൽ 27% ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ബ്ലോക്ക് 1ൽ നിന്നുമാണ്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് സ്കോറിംഗ് ബ്ലോക്കാണ്.
അപ്പം നമ്മൾ കൂടുതൽ സ്റ്റുഡൻസ് ഓരോരുത്തരും കൂടുതൽ റിവൈസ് ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ആണ്. ദെൻ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ 21% ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ ബ്ലോക്കും നമ്മൾ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കാണ്. അത് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കണം. ദെൻ ബ്ലോക്ക് 3യും ബ്ലോക്ക് 1നെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ബ്ലോക്കാണ്. നമുക്ക് ഇവിടെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 4ൽ നിന്നും 17% ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു ലോവർ സ്കോറിംഗ് ആയിട്ടുള്ള ബ്ലോക്കാണ്. ദെൻ ബ്ലോക്ക് 5ലേക്ക് വരുമ്പോൾ 11% ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 5ൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അതും വളരെ ലോവർ സ്കോറിംഗ് ആയിട്ടുള്ള ബ്ലോക്കാണ്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ഒരു 54 മാർക്സ് ഏവറേജ് ആ ഒരു ബ്ലോക്കിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് 1 to 4ൽ നിന്നും ഒരു 54 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇതെന്താണ് ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ 42 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതും നമുക്ക് മോഡറേറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കാണ്. ദെൻ ബ്ലോക്ക് 3 ആണ് 48 മാർക്സ് 48 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ബ്ലോക്ക്. 24% ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 4ലാണെങ്കിൽ 34 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 17%. ദെൻ ബ്ലോക്ക് 5ൽ 22 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അഥവാ 11%. ഇവിടെ നമ്മൾ ജൂൺ 2022 ജൂൺ 2025 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയ സമയത്ത് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അവിടെയൊക്കെ ഡോമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നത് എസ്സേസ് ആണ്. അപ്പം 75% വെയിറ്റേജ് വരുന്നത് ലോങ് എസ്സേക്കാണ്. അതിൽ വളരെ ഒരു സ്മോൾ ഷെയർ മാത്രമാണ് ഷോർട്ട് നോട്ടിൽ ഉണ്ടായിരുന്നത്. സോ ഈ ഒരു 2022 to 2025 നോക്കുമ്പോൾ ഈ ഒരു രണ്ടും എന്താണ് സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. 75-25% രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ്സ്, ഫോർമാറ്റ് സ്റ്റെബിലിറ്റി. 75 out of 25 split between essays and short notes held across all 7 sessions. ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അതായത് 75% എസ്സേസും 25% ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ദെൻ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു ബ്ലോക്ക് 1 and 3 എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 5ൽ നിന്നുള്ള 1857 റിവോൾട്ട് ആൻഡ് ലേബർ എന്നുള്ളതും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പക്ഷേ ഇതിന്റെ എന്താണ് മാർക്ക് ഫിക്സ്ഡ് അല്ല, അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടാനെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പാണ്. ടൈം മാനേജ്മെന്റ് ഫോർ എ 3 hour or 100 mark പേപ്പർ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിനാണ്, അതിൽ നമുക്ക് 3 മണിക്കൂറാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ടോട്ടൽ 5 എസ്സേസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ 4 എസ്സേക്കും 1 ഷോർട്ട് നോട്ടിനും വേണ്ടിയിട്ട് നമ്മളൊരു 34 minutes പെർ എസ്സേ എന്നാണ് പറയുന്നത്. ഇത് ഒരു എസ്സേ എഴുതാന് 34 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ 136 മിനിറ്റ്സ് ആണ് 4 എസ്സേ എഴുതാന് നമ്മൾ എടുക്കേണ്ട ടൈം. ഇനി ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് നോട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട് 22 മിനിറ്റ്സ് ആണ് പറയുന്നത്. അങ്ങനെ 2 ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ ടോട്ടൽ 44 മിനിറ്റ്സ് ആണ് നമ്മൾ ടോട്ടൽ എടുക്കേണ്ടി വരുന്നത്. ദെൻ അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് കൂടി ടൈം ഉണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഡേറ്റ്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതൊക്കെ, ഒരു കൺക്ലൂഷൻ ഒക്കെ നമ്മൾ തയ്യാറാക്കേണ്ട ഒരു ടൈം ഈ ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറേ വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്.
ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ ഒന്ന് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, നേച്ചർ ഓർ ഇമ്പാക്ട് എന്നുള്ളതാണ്. ഏകദേശം 8 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ കോൺഗ്രസ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ബംഗാൾ 1757 to 1605. ഇതും ഒരു 8 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ്. ദെൻ തേർഡ് വൺ ലാൻഡ് സെറ്റിൽമെന്റ്സ്, പെർമനന്റ്, റൈറ്റ്വാരി ആൻഡ് മഹൽവാരി, നേച്ചർ ആൻഡ് എഫക്റ്റ്. ഇതും 8 തവണയാണ് ചോദിച്ചത്. ദെൻ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ, കോസസ് ആൻഡ് കോൺസിക്വൻസസ്, 7 തവണയാണ് ചോദിച്ചത്. ദെൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, ഡിബേറ്റ് ഓർ പോളിസി, ഇതും 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ റിവോൾട്ട് ഓഫ് 1857 എന്നുള്ളതും 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ 7th വൺ ട്രൈബൽ ആൻഡ് പെസന്റ് റെസിസ്റ്റൻസ്, 1857 മുമ്പേയുള്ള പോപ്പുലർ മൂവ്മെന്റ്സ്, ഇതും 7 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ 8th വൺ കമ്പനി ട്രേഡ് ആൻഡ് മെർസന്റൈൽ പോളിസീസ്, മോണോപ്പൊളി വേഴ്സസ് ഫ്രീ ട്രേഡ്, 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ 9th വൺ ഇൻഡെഞ്ചേർഡ് ലേബർ, റിക്രൂട്ട്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലൈഫ്, 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. Then 10th question, regional polities, decline of the Mughal successor states, 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. സോ ഇവിടെ നമ്മൾ 1857 റിവോൾട്ട് എന്ന് പറയുമ്പം അത് ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത്. മേ ബി അതിന്റെ സപ്രഷൻ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർമെത്ത് എന്തായിരുന്നു, അതിന്റെ കോസസ് എങ്ങനെയായിരുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ടേബിളിലും നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ടോപ്പിക് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നോക്കാം. അപ്പം കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, നേച്ചർ ഓർ ഇമ്പാക്ട് എന്നുള്ളത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഏകദേശം 8 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 16.3 ആണ് അതിന്റെ ആവറേജ് മാർക്ക്. ദെൻ അടുത്തൊരു ടോപ്പിക് വരുന്നത് കോൺഗ്രസ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ബംഗാൾ 1757 to 65. ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്നുള്ള ടോപ്പിക് ആണ്. 8 തവണയാണ് ചോദിച്ചത്. 16.3 ആണ് ആവറേജ് മാർക്ക്. ദെൻ ലാൻഡ് സെറ്റിൽമെന്റ്, പെർമനന്റ്, റൈറ്റ്വാരി, മഹൽവാരി, നേച്ചർ ആൻഡ് എഫക്ട്സ് എന്നുള്ളത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നുള്ള ടോപ്പിക് ആണ്. 8 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. 15 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. ദെൻ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ, കോസസ് ആൻഡ് കോൺസിക്വൻസസ് എന്നുള്ളത് ബ്ലോക്ക് 3 10th യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക് ആണ്. 7 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. 15.7 ആണ് ആവറേജ് മാർക്ക്. ദെൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, ഡിബേറ്റ് ഓർ പോളിസി എന്നുള്ളത് ബ്ലോക്ക് 2 നിന്നുള്ള 7th യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക് ആണ്. 7 തവണയാണ് അപ്പയർ ചെയ്തത്. 15.7 ആണ് അതിന്റെ ആവറേജ് മാർക്ക്. ദെൻ റിവോൾട്ട് ഓഫ് 1857, കോസസ്, ആഫ്റ്റർമെത്ത് ആൻഡ് സപ്രഷൻ എന്നുള്ളത് ബ്ലോക്ക് 5 യൂണിറ്റ് 14 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 7 തവണയാണ് അപ്പയർ ചെയ്തത്. 12.9 ആണ് ആവറേജ് മാർക്ക്. ദെൻ ട്രൈബൽ ആൻഡ് പെസന്റ് റെസിസ്റ്റൻസ്, പോപ്പുലർ മൂവ്മെന്റ്സ് ബിഫോർ 1857 എന്നുള്ളത് ബ്ലോക്ക് 4 13th യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. 14.3 ആണ് ആവറേജ് മാർക്ക്. ദെൻ കമ്പനി ട്രേഡ് ആൻഡ് മെർസന്റൈൽ പോളിസീസ് മോണോപ്പൊളി വേഴ്സസ് ഫ്രീ ട്രേഡ് എന്നുള്ളത് ബ്ലോക്ക് 1 നിന്നുള്ള യൂണിറ്റ് 2 ഒരു ടോപ്പിക് ആണ്. 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. 11.7 ആണ് ആവറേജ് മാർക്ക്. ദെൻ ഇൻഡെഞ്ചേർഡ് ലേബർ, റിക്രൂട്ട്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, ലൈഫ് എന്നുള്ളത് ബ്ലോക്ക് 5 യൂണിറ്റ് 15 നിന്നുള്ള ടോപ്പിക് ആണ്. 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. 13.3 ആണ് ആവറേജ് മാർക്ക്. Then regional polities, decline of the Mughal successor states, ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നുള്ള ടോപ്പിക് ആണ്. 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. 13.3 ആണ് അതിന്റെ ആവറേജ് മാർക്ക് വരുന്നത്. ഇതിന്റെ ഒരു ചാർട്ടാണ്, ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ, നമ്മൾ 10ഓളം വരുന്ന നമുക്ക് ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു 2 തവണയെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കൊണ്ട് അതിന്റെ ഔട്ട്ലൈൻ നിങ്ങൾ തയ്യാറാക്കുക. അതിന് ഒരു 12 to 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ദെൻ ബിൽഡ് മോഡുലാർ നോട്ട്സ്. പ്രിപ്പയർ 4 to 5 റീയൂസബിൾ സബ് പോയിന്റ്സ്. നിങ്ങളൊരു 4 to 5 സബ് പോയിന്റ്സ് ഉണ്ടാക്കുക. അതിൽ ആദ്യം ഡെഫിനിഷൻ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ്, ദെൻ അതിന്റെ കോസസ് അല്ലെങ്കിൽ പ്രോസസ് എങ്ങനെയായിരുന്നു,
അതിന്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, ദെൻ അതിന്റെ ഹിസ്റ്റോറിയോഗ്രഫി ഒരു എക്സാമ്പിൾ, ഈ ഒരു രീതിയിൽ ഒരു സബ് പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾ അതിനെ മാറ്റുക. ദെൻ ഈ ടോപ്പിക്സിനെ തന്നെ, ഈ 10ഓളം വരുന്ന ടോപ്പിക്സിനെ തന്നെ നിങ്ങൾ എസ് ആയിട്ടും എഴുതി നോക്കുക. അതേപോലെ തന്നെ അതിനെ ഷോർട്ട് നോട്ട് ആയിട്ടും മാറ്റി എഴുതുക. അപ്പോൾ 400 വേർഡ്സിലും എഴുതുക, അതുപോലെ തന്നെ 200 വേർഡ്സിലും അതിനെ മാറ്റി എഴുതുക. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തു, എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു ഡിസംബറിലെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഏത് ടോപ്പിക്കാണ് സാധ്യതയുള്ളതെന്നും നോക്കാം. ആദ്യം തന്നെ ബ്ലോക്ക് 2 ആയിട്ടുള്ള ഐഡിയോളജി, സ്റ്റേറ്റ് ആൻഡ് എഡ്യൂക്കേഷനുള്ള 7th യൂണിറ്റിൽ നിന്നുള്ള ഒരു ഏറ്റവും ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 100% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഡിബേറ്റ് ഓർ പോളിസി എന്നുള്ളത്. രണ്ടാമത്തെ ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 100% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് 3യിലെ 10th യൂണിറ്റിൽ നിന്നുള്ള ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. ദെൻ മൂന്നാമതായിട്ടും ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 100% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് 5ലെ 14th യൂണിറ്റിൽ നിന്നുള്ള റിവോൾട്ട് ഓഫ് 1857 കോസസ്, സപ്രഷൻ, ആഫ്റ്റർമത്ത് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 1ലെ ഫസ്റ്റ് യൂണിറ്റിലെ റീജിയണൽ പൊളൈറ്റീസ്, സക്സസർ സ്റ്റേറ്റ്സ്, ഡീക്ലൈൻ ഓഫ് മുഗൾ എന്നുള്ളത് 85.7% സാധ്യതയുള്ള ഹൈ കാറ്റഗറിയിൽ വരുന്ന ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 1ലെ തന്നെ 2th യൂണിറ്റിൽ നിന്നുള്ള മെർസന്റൈൽ പോളിസീസ്, കമ്പനി ട്രേഡ്, മോണോപ്പൊളി എന്നുള്ളതും 85.7% സാധ്യതയുള്ള ഹൈ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 1ലെ തന്നെ 4th യൂണിറ്റിൽ നിന്നുള്ള ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ, പ്ലാസി, ബക്സാർ, മിർക്കാസിം എന്നുള്ളതും 85.7% സാധ്യതയുള്ള ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4ലെ 12th യൂണിറ്റിലെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റീജിയൻസ്, ന്യൂ കോൺഷ്യസ്നെസ് എന്നുള്ളതും 85.7% സാധ്യതയുള്ള ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 5ലെ യൂണിറ്റ് 15ലുള്ള ഇൻഡെഞ്ചേർഡ് ലേബർ, റിക്രൂട്ട്മെന്റ് ഓർ ലൈഫ് എന്നുള്ളതും 85.7% സാധ്യതയുള്ള ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 2ലെ 6th യൂണിറ്റിൽ നിന്നുള്ള ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ, ജുഡീഷ്യൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എന്നുള്ളതും 71.4% സാധ്യതയുള്ള ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9ൽ നിന്നുള്ള കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, നേച്ചർ, ഇമ്പാക്ട് ആൻഡ് ഇഫക്ട്സ് എന്നുള്ളതും 71.4% സാധ്യതയുള്ള ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് മീഡിയം എക്സ്പെക്ടൻസി ഉള്ള ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2ൽ 5th യൂണിറ്റിൽ വരുന്ന യൂട്ടിലിറ്റേറിയൻസ്, ലോ, ലാൻഡ് റവന്യൂ എന്നുള്ളത് 57.1% ആണ് അതിന്റെ സാധ്യത. മീഡിയം എക്സ്പെക്ടൻസി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 3ൽ വരുന്ന കർണാട്ടിക് വാർസ് 42.9% ആണ് അതിന്റെ സാധ്യത. മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് കർണാട്ടിക് വാർ. ദെൻ ബ്ലോക്ക് 2ലെ 5th യൂണിറ്റിൽ വരുന്ന ഓറിയന്റലിസ്റ്റ് ഓർ വില്യം ജോൺസ് എന്നുള്ളത് 42.9% സാധ്യതയുള്ള മീഡിയം ലെവലിൽ വരുന്ന, അതായത് മീഡിയം എക്സ്പെക്ടേഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8ലെ റൈറ്റ് വാരി സിസ്റ്റം 42.9% സാധ്യതയുള്ള മീഡിയം ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4ലെ യൂണിറ്റ് 11ൽ വരുന്ന ഇക്കണോമിക് ഇമ്പാക്ട്, റെയിൽ ആൻഡ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ എന്നുള്ളതും 42.9% സാധ്യതയുള്ള മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4ലെ യൂണിറ്റ് 13ൽ വരുന്ന ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ്, ബാക്ക്ഗ്രൗണ്ട്, നേച്ചർ എന്നുള്ളത് 42.9% സാധ്യതയുള്ള മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4ലെ യൂണിറ്റ് 13ൽ വരുന്ന സന്യാസി റിബല്യൻ 42.9% സാധ്യതയുള്ള മീഡിയം ലെവലിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8ൽ നിന്നുള്ള പെർമനന്റ് സെറ്റിൽമെന്റ്, അതുപോലെ തന്നെ യൂണിറ്റ് 8ലെ തന്നെ മഹൽവാദി സെറ്റിൽമെന്റ് എന്നീ രണ്ടെണ്ണത്തിനും ഒരു 28.6% സാധ്യതയാണ്. രണ്ടും ലോ എക്സ്പെക്ടേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9ൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഓർ ഇൻഡിഗോ 28.6% സാധ്യതയുള്ള ലോ ലെവൽ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 1ലെ 4th യൂണിറ്റിൽ നിന്ന് വരുന്ന അവധ്, സബ്സിഡറി അലയൻസ് ടു അനക്സേഷൻ, സബ്സിഡറി അലയൻസ് പോളിസി ആൻഡ് ബെനിഫിറ്റ്സ്, പഞ്ചാബ് ആൻഡ് റൈസ് ഓഫ് 6 സ്റ്റേറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് കോൺക്വസ്റ്റ് എന്നുള്ളത്
14.3% സാധ്യതയുള്ള ലോ ലെവലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ്. ദെൻ ബ്ലോക്ക് 2 അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഇവാഞ്ചലിക്കൽസ് ന്യൂ ട്രെൻഡ്സ് എന്നുള്ളതും 14.3% സാധ്യതയുള്ള ലോ ലെവലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലോക്ക് 3 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ലാൻഡ് സെറ്റിൽമെന്റ് ഓവർവ്യൂ എന്നുള്ള ഒരു ടോപ്പിക്കും 14.3% സാധ്യതയുള്ള ലോ ലെവൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4 11ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള സബോർഡിനേഷൻ ഓഫ് നേറ്റീവ് ക്യാപിറ്റലും 14.3% സാധ്യതയുള്ള ലോ ലെവൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4 13th യൂണിറ്റിലെ സാന്താൾ റിബല്യനും 14.3% സാധ്യതയുള്ള ലോ ലെവൽ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് ഹൈ ഓർ മീഡിയം ഓൺലി. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞു, എക്സാമിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഹൈ എക്സ്പെക്റ്റഡ് ആണ് എന്ന് പറയുന്നത്? അത് എക്സാമിന് എത്ര തവണ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മൾ ഡീഇൻഡസ്ട്രിയലൈസേഷൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 100% സാധ്യതയുള്ള ഹൈ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം 7 തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം 7 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു 7 തവണയും ഈ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ടോപ്പിക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്, ഹൈലി എക്സ്പെക്റ്റഡ് ആണ്, 7 തവണയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊരു ടോപ്പിക് റിവോൾട്ട് ഓഫ് 1857 ആണ്, ഹൈലി എക്സ്പെക്റ്റഡ് ആണ്, നമ്മളുടെ 7 തവണയും എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. ദെൻ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ, പ്ലാസി, ബക്സാർ, മെർക്കാസിം എന്നുള്ളതും ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ മറ്റൊരു ടോപ്പിക് ഇൻഡെഞ്ചേർഡ് ലേബർ എന്നുള്ളത് ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. 6 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് മെർസന്റൈൽ പോളിസീസ്, കമ്പനി ട്രേഡ് ഓർ മോണോപ്പൊളി എന്നുള്ളതും ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ റീജിയണൽ പൊളൈറ്റീസ്, ഡിക്ലൈൻ ഓഫ് മുഗൾ ഓർ സക്സസർ സ്റ്റേറ്റ്സ് എന്നുള്ളതും ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക്കാണ്. 6 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റീജിയണൽ കേസസ് ഓർ ന്യൂ കോൺഷ്യസ്നസ് എന്നുള്ളതും ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 6 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ, ജുഡീഷ്യൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ്, ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക്കാണ്. 5 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറും ഹൈ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. 5 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് യൂട്ടിലിറ്റേറിയൻസ്, ലാൻഡ് ആൻഡ് ലാൻഡ് റവന്യൂ, മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. 4 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ കർണാട്ടിക് ബാർ എന്നുള്ളതും മീഡിയം ലെവൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. 3 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇക്കണോമിക് ഇമ്പാക്ട്, റെയിൽവേ ആൻഡ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ എന്നുള്ളതും മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. 3 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ ഓറിയന്റലിസ്റ്റ്, മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. 3 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ റൈറ്റ് വാരി സിസ്റ്റവും മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക്കാണ്. 3 തവണയാണ് എക്സാമിനേഷന് ചോദിച്ചത്. ദെൻ സന്യാസി റിബല്യൻ, മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക്കാണ്. 3 തവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നേച്ചർ, മീഡിയം എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് 3 തവണയാണ് എക്സാമിനേഷൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇത് നമ്മളുടെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ്. ഇപ്പം നമ്മളിപ്പം പറഞ്ഞു, നമ്മൾ ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞു. ദെൻ നമുക്കൊരു മീഡിയം ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്കുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമ്മൾ ഹൈ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം, ടോപ്പിക്കുകളാണ് നമ്മൾ ആദ്യം നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. അതിൽ വരുന്നതാണ് ഡി ഇൻഡസ്ട്രിയലൈസേഷന്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, റിവോൾട്ട് ഓഫ് 1857, കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ, ഇൻഡെഞ്ചേർഡ് ലേബർ, മെർസന്റൈൽ പോളിസീസ്, റീജിയണൽ പൊളൈറ്റീസ്, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ദെൻ അഡ്മിൻ ആൻഡ് ലോ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇത്രയാണ് ഹൈലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. സോ അതിനെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ നിങ്ങൾ കുറച്ച് വാല്യൂ പോയിന്റ്സ് രൂപത്തിൽ അതിനെ മാറ്റാം. അപ്പം ഇതിലെ കോസസ് എന്താണ്, അതിന്റെ ഇമ്പാക്ട് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, ഇങ്ങനെ മാറ്റിയിട്ട് പിന്നീട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പം അതിൽ ലോങ് എസ്സേ ആകുമ്പോൾ 400 വേർഡ്സും ഷോർട്ട് എസ്സേ ആകുമ്പോൾ 200 വേർഡ്സും ആണ് അതിനുണ്ടാവുക. ദെൻ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനെ തന്നെ ഡി ഇൻഡസ്ട്രിയലൈസേഷനെ തന്നെ എസ്സേ രൂപത്തിലും എഴുതി നോക്കുക. ദെൻ അതിനെ തന്നെ ഒന്ന് ഷോർട്ട് നോട്ട് രൂപത്തിലും എഴുതി നോക്കുക. അപ്പം ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ
ഒരു 3 to 4 വാല്യൂ പോയിന്റ്സ് ആയിട്ട് മാറ്റാം, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എസ്സേനെ തന്നെ, അതായത് ഒരു ക്വസ്റ്റിനെ തന്നെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ തന്നെ എസ്സേ ആയിട്ടും ലോങ് എസ്സേ ആയിട്ടും എഴുതി നോക്കാം, ഷോർട്ട് എസ്സേ ആയിട്ടും എഴുതി നോക്കാം. ദെൻ ഈ ഒരു ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് ടോപ്പിക്കുകൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് മീഡിയം ലെവലിൽ വരുന്ന മീഡിയം പ്രയോറിറ്റി ടോപ്പിക്. ഇതിൽ വരുന്നതാണ് യൂട്ടിലിറ്റേറിയൻസ്, കർണാട്ടിക് വാർസ്, റെയിൽവേ ഓർ ഇംഗ്ലീഷ് ക്യാപിറ്റൽ, ഓറിയന്റലിസ്റ്റ്, റൈറ്റ് ടു വാരി, സന്യാസി റിബല്യൻ, ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ് എന്നുള്ളത്. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക, അതായത് അതിന് ഡെഫിനിഷൻ, കോസസ്, എഫക്ട്സ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഒരു 5 മിനിറ്റിൽ അതിന്റെ ഔട്ട്ലൈൻ റെഡി ആക്കുക. അങ്ങനെ ഒരു 12 to 15 മിനിറ്റ്സിനുള്ളിൽ അതിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. പിന്നെ ഈ ഓരോ പോയിന്റ്സ്, ഇപ്പം സന്യാസി റിബല്യൻ ഒക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഒരു ബ്രോഡർ സെൻസിലേക്ക് അതിനെ കണക്ട് ചെയ്യാൻ നോക്കാം. അതായത് ഈ ഒരു സന്യാസി റിബല്യനും ഏത് രീതിയിലാണ് സോഷ്യൽ ചേഞ്ചുമായിട്ട് അത് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ദെൻ ഈ ഒരു മീഡിയം ലെവലിലെ പ്രയോറിറ്റി ടോപ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടതാണ് ഈ ഒരു ലോ ലെവലിൽ വരുന്ന ടോപ്പിക്സ്. പെർമനന്റ് അല്ലെങ്കിൽ മഹൽവാരി സ്പെസിഫിക്സ്, അവധ് അനക്സേഷൻ, പഞ്ചാബ് ഫിക്സ് സ്റ്റേറ്റ്, ബ്രിട്ടീഷ് ലാൻഡ് സെറ്റിൽമെന്റ് ഓവർവ്യൂ, ഇൻഡിഗോ ആൻഡ് അതർ ക്രോപ്പ് ഡീറ്റെയിൽസ്, ഇവാഞ്ചലിക്കൽസ്, സബോർഡിനേഷൻ ഓഫ് നേറ്റീവ് ക്യാപിറ്റൽ, സാന്താൾ റിബല്യൻ തുടങ്ങിയിട്ടുള്ള പോയിന്റ്സ്. അപ്പം ഇതൊക്കെ നിങ്ങൾ എന്താക്കുക, അതിന്റെ കീ പോയിന്റ്സ് എഴുതി വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സ്മോൾ ടോപ്പിക്കുകളെ ഹൈ ടോപ്പിക്സുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അവസാനമായിട്ടൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പം BA ഹിസ്റ്ററി, BAHIH നമ്മളുടെ പ്രോഗ്രാം കോഡ്, ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025, BHIC 110, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1757 to 1857. ടൈം 3 hour ആണ്. മാക്സിമം മാർക്ക് വരുന്നത് 400 ആണ്. നമുക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻ വായിക്കാം. Attempt any 5 questions in about 400 words each. Attempt at least 2 questions from each sections. All questions carry equal mark. നമ്മൾ ആകെ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് എഴുതേണ്ടത്. അത് 400 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 2 സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പം ഓരോ സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഫസ്റ്റ് സെക്ഷനിൽ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ക്വസ്റ്റ്യന് റീജിയണൽ പൊളൈറ്റീസ് ആൻഡ് സക്സസർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുമാണ്. ക്രിറ്റിക്കലി അനലൈസ് ദ കോൺഫിഗറേഷൻ ഓഫ് സക്സസർ സ്റ്റേറ്റ്സ് ഇൻ ദ മിഡ് 18th century and explain how these political conditions created space for British expansion. 20 മാർക്കിന്റെ ഒരു ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് കമ്പനി മെർസന്റൈൽ പോളിസീസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. Evaluate the transition from monopoly privileges to free trade demands in the East India Company. What consequences followed for Indian merchants and producers? ഇതും ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്കാണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യന് എഡ്യൂക്കേഷൻ ആൻഡ് ദ കൊളോണിയൽ സ്റ്റേറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. Trace the evolution of English education from early institutional experiments to company policy. What functions did schooling serve within the colonial order? 20 മാർക്കിന്റെ ലോങ് എസ്സേന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ നാലാമത്തേത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 4 ടോപ്പിക്കുകളാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണത്തിന്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ദ തേർഡ് കർണാട്ടിക് വാർ, കോസസ് ആൻഡ് ഔട്ട്കം. ദെൻ വില്യം ജോൺസ് ആൻഡ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി. Then subsidiary alliance, objectives and advantages to the company. Then the nature of company trade in the late 18th century. അപ്പം ഈ 4 സബ് ടോപ്പിക്കുകളിൽ നിന്നും നമ്മൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ്. അങ്ങനെ 2 ക്വസ്റ്റ്യന് വീതം 20 മാർക്കാണ് ഈ ഒരു ഷോർട്ട് നോട്ടിൽ നിന്നും ഉള്ളത്. ദെൻ സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ സെക്ഷൻ 2ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്ന ലാൻഡ് റവന്യൂ റിഗൈൻസിൽ നിന്നുമാണ്. Compare the objectives, operations and social consequences of permanent settlement, Raitwari and Mahalwari. In what ways did each attempt to solve agrarian governance? 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യന് ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. Was 19th century deindustrialization primarily policy driven or market driven? Build an argument using specific mechanisms and indicators.
20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ 7th വൺ റിവോൾട്ട് ഓഫ് 1857 എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. Why did the revolt emerge when it did, and how did its suppression reshape colonial policy and institutions? 20 മാർക്കിന്റെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫൈനൽ ആയിട്ട് വീണ്ടും ഷോർട്ട് നോട്ട്, സെക്ഷൻ 2 വരുന്ന ഷോർട്ട് നോട്ട് ആണ്. 200 വേർഡ്സ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 2 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, റെയിൽവേ ആൻഡ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ, early patterns of investment and control. Then B, commercialization of agriculture, principal effects on rural society. Then indentured labor, recruitment and transportation. Then സന്യാസി റിബല്യൻ, സെറ്റിംഗ് ആൻഡ് സിഗ്നിഫിക്കൻസ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഏത് രീതിയിലാണ് അത് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഗൈഡ് നമ്മളുടെ ലേൺവൈസിന്റെ ആപ്പിൽ നിങ്ങൾക്ക് PDF ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഏത് രീതിയിൽ അതിന് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളിപ്പം ഒരു 7 വർഷത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ വർഷം ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള, ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ദെൻ മീഡിയം പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമിന് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം ഒക്കെ എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.